Watch full episodes on Jio Hotstar. എല്ലാരും ഹാപ്പിയായല്ലോ അല്ലേ? എവിടെ പോയി? അവിടെയുണ്ട്. എങ്കി വാ. പൊളിക്കണ്ടല്ല, ഓക്ടോപസ് അവിടെ പുറകെ തന്നെ വരുന്നുണ്ടേ. No red, no red. ഇനി വാ. വീണ്ടും വരുന്നു. രക്ഷിക്കണേ. പോയി മോട്ടു ചങ്ക ഓർക്കുന്നുണ്ടോ ഷാർക്ക് പറഞ്ഞത്? നീരാളികൾ ഇലക്ട്രിക് ഫിഷിനെ കഴിച്ചാൽ അവര് വലുതായി മാറുമെന്ന്. ഇതാ കണ്ടില്ലേ ഇലക്ട്രിക് ഫിഷുകള്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ചങ്കേ? ഇലക്ട്രിക് ഫിഷിനെ പിടിച്ചാലുണ്ടല്ലോ പിന്നെ എനിക്കും ഷോക്ക് അടിക്കൂലേ? വേറെ വല്ല ഐഡിയ ഉണ്ടേ പറ. മോട്ടു, ഇത് പാഴാക്കാനുള്ള സമയമല്ല. ആലോചിക്ക്, നമ്മൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടന്നാൽ പിന്നെ നമുക്ക് ഒരുപാട് ചൂടുള്ള സമൂസകൾ കഴിക്കാന്നേ. നല്ല ചൂടുള്ള സമൂസയോ? പൊളിച്ചേ. എന്തായി കാണിച്ചത്? കാലക്കി മോട്ടു. മോട്ടു പത്തലോ എന്നെ ശരിയാക്കിയതിന്. നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം, എന്നിട്ട് ഗെയിം കളിക്കാം. ഗെയിം നമ്മൾ അവിടെ തന്നെ ഉപേക്ഷിച്ചില്ലേ? നമുക്ക് ആ മാജിക്കൽ ലേഡിയുടെ അടുത്ത് പോയാൽ ആ ഗെയിം കിട്ടും. അതേ മാജിക്കൽ ലേഡി, നീ എവിടെയാ ഉള്ളത്? ആ ഗെയിം തരൂ, എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കൂ പ്ലീസ്. എന്താ നിങ്ങൾ എന്നെ ഓർമ്മിച്ചു? ഹലോ എവരിബഡി, എന്താ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ഗെയിം കളിക്കണോ? പൊളിക്കടുത്തല്ല, നിങ്ങളുടെ ഗെയിം കാലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ചോദിക്കാണ് വീണ്ടും ഗെയിം കളിക്കണോന്ന്. അതെ, ഞങ്ങൾക്ക് കളിക്കണം. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിരിക്കുന്നത്. I don't like this man. He's so rude. Bye bye. അല്ലെങ്കിൽ തന്നെ വലിയ പ്രശ്നത്തിലാ കുടുങ്ങിയിരിക്കുന്നത്. അപ്പോഴാണോ നിന്റെ ഞാൻ വേണ്ട പറഞ്ഞതാണ്. വേണ്ട, അതല്ലല്ലേ, എനിക്ക് വേദനിക്കുന്നു. വേണ്ട, മമ്മി രക്ഷിക്കണേ. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പൊ തന്നെ അതിനെ തിരിച്ചു വിളിച്ചോളാം. മാജിക്കൽ ലേഡി, മാജിക്കൽ ലേഡി, പ്ലീസ് ഒന്ന് തിരിച്ചു വരണേ. No, no. ആദ്യം സോറി പറയും, പിന്നെ വരാം. എനിക്കൊരു പാർട്ടിക്ക് പോകാനുള്ളതാ. I'm getting late. പറഞ്ഞോളാം, പറഞ്ഞോളാം. സോറി, സോറി, സോറി. ശരി. ഹലോ മാഡം, അധികം സന്തോഷിക്കുന്നു വേണ്ടട്ടാ. ഞാൻ സോറി പറഞ്ഞത് നിങ്ങളോടല്ല, എന്റെ കൂട്ടുകാരോടാണ്. Oh, really? Okay. Bye bye. ഇല്ല.
പൊളിച്ചെടുത്തല്ലോ. എനിക്ക് അറിയാതെ വീണ്ടും ഒരു തെറ്റ് പറ്റി പോയിന്നേ. സോറി, ഇനി ഞാൻ ആവർത്തിക്കില്ല. ഇത് വളരെ ചെറിയ ഷെല്ലാണ് കേട്ടാ. അത് കുഴപ്പമൊന്നുമില്ല. എന്നല്ലേ വേണ്ട, എനിക്ക് വേദനിക്കുന്നു. സോറി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. വേണ്ട, മമ്മി രക്ഷിക്കണേ. എടോ കസീട്ട്, ദാ ഗെയിം തുടങ്ങിക്കോ. പൊളിച്ചെടുത്തല്ലോ. ദാ ഞാൻ ദാ കളി തുടങ്ങാൻ പോന്നു. ദാ ഒന്നുകൂടി കണ്ടോ? 2 ഡൈസിലും 6 വീഴട്ടെ. പൊളിച്ചെടുത്തല്ലോ, കലക്കി. പൊളിച്ചെടുത്തല്ലോ. വാല്യൂ ഫ്ലവേഴ്സ്. നിങ്ങളിൽ ആർക്കെങ്കിലും പൂക്കൾ വളരെ ഇഷ്ടമാണോ? പൊളിച്ചെടുത്തല്ല. പൂക്കൾ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ഞങ്ങൾക്ക് എല്ലാവർക്കും പൂക്കളൊക്കെ വളരെ ഇഷ്ടമാണ്. എത്രമാത്രം ഇഷ്ടമാണെന്ന് അറിയോ? ഞങ്ങൾക്ക് വിശപ്പ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോ ആ പൂക്കൾ തന്നെ തിന്നേക്കുന്നേ. എന്നാൽ നല്ല കാര്യം. വെൽക്കം ടു വാലി ഓഫ് ഫ്ലവേഴ്സ്. വേണ്ട, വാല്യൂ ഓഫ് ഫ്ലവറിലേക്കില്ല. മോഡേൺ സിറ്റിയിലേക്ക് പോയാൽ മതി. മോഡേൺ സിറ്റി. അയ്യോ, വേണ്ടേ, കടിക്കല്ലേ. ഏയ്, പതുക്കെ. മമ്മി, ഡാഡി. മമ്മി. ഒരു മിനിറ്റ്. ഇതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ വരാനുള്ള കാരണം ആരാണ്? ആ കസീട്ടാറാമ കാരണം നമ്മൾ ഇവിടെ വരാൻ കാരണം. അവനെ വെറുതെ വിടരുത് ചങ്കുകള്. എന്താ? നീ ആരാണ്? ഹലോ, മൈ നെയിം ഈസ് ഇന്നസെന്റ് ഷാ. എല്ലാരും പറയാറുണ്ട് ഞാൻ വളരെ ഇന്നസെന്റ് ആണെന്ന്. അങ്ങനെ തോന്നണല്ലേ നിങ്ങൾക്ക്? എന്തേ? ആ, ശരിക്കും പറഞ്ഞ നിന്നെ കാണുമ്പോ ഇന്നസെന്റ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ എന്താ വ്യത്യസ്തമായിട്ടുള്ളത്? ഫ്ലവർ വേൾഡിൽ എല്ലാരും എന്നെ പോലെയാണ്. കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യണേ? എനിക്ക് തോന്നണു നിങ്ങൾ ഇവിടെ തെറ്റുപറ്റി വന്നതാണെന്നാ. ഇനിയിപ്പൊ നിങ്ങളുടെ ഹെൽപ്പ് ഞങ്ങളുടെ രാജാവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. വരൂ, എന്റെ കൂടെ വാ. അദ്ദേഹം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നിങ്ങളും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാ. നീ ഞങ്ങളെ എങ്ങനെയാ രക്ഷിക്കാൻ പോകുന്നത്? ഞാനിപ്പോ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ അല്ലായിരുന്നു നേരത്തെ എന്നെ കാണാൻ. പിന്നെ എന്നിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയായിരുന്നു ഇവിടെ മനുഷ്യന്മാര് വരും, അവരായിരിക്കും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ പഴയ രൂപത്തിലേക്ക് എത്താൻ. ഞങ്ങൾ തീർച്ചയായും നിന്നെ സഹായിക്കുന്നതാണ്. നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചില്ല പിന്നെ ഈ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്? എന്റെ അമ്മോ, താൻ ഇന്നോസെന്റ് ആയിരിക്കും. പക്ഷെ ഇവരൊക്കെ ആരാണ്? അത് ക്യാപ്റ്റൻ ഹൈഡോ ആണ്. നിങ്ങൾ ആരും അങ്ങോട്ട് അധികം ശ്രദ്ധിക്കാണ്ടിരുന്നാ മതി. നിങ്ങൾ എന്റെ കൂടെ നടന്നെങ്കിൽ വന്നാ മതി. ഇവരുടെ ആഗ്രഹം അതാണ്. ആരെങ്കിലും ഇവരെ ഒന്ന് നോക്കുക, എന്നിട്ട് ആ ഒരു അവസരം നോക്കി ഇവർ അവരെ അങ്ങ് അറ്റാക്ക് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഡോണ്ട് വറി, ആരും തന്നെ ഒരു ദ്രോഹവും ചെയ്യാൻ പോണില്ലെന്നേ. ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഇല്ലേ. ഞാനിപ്പോ അവരെ ഓടിച്ചിട്ട് വരാം. ഹലോ, നമുക്ക് പോകാം. അമ്മേ പോകാം.
പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇതുപോലെ എന്റെ മനസ്സിനെ സ്പർശിക്കുന്ന ട്യൂണ് ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ലാട്ടാ. എനിക്കിപ്പോ കരച്ചില് വരുന്നു. എന്റെ അമ്മോ, ഈ ശബ്ദം കേൾക്കുമ്പോ മനസ്സങ്ങ് മയങ്ങി പോവാണല്ലോ. മോട്ടു, ഡോക്ടർ ജഡ്ക അദ്ദേഹത്തിന്റെ ജോലി തുടങ്ങിയിരിക്കുക. നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പണി എത്രയും പെട്ടെന്ന് നോക്കണം. ഗസീറ്ററാം, മാജിക്കൽ ലേഡിയെ വിളിക്കൂ വേഗം. ആര്? ഞാനോ? ഞാനതിനെ വിളിക്കില്ലാട്ടാ. ഓക്കെ ഞാൻ അതിനെ വിളിച്ചോളാം, പേടിക്കണ്ട. മാജിക്കൽ ലേഡി, നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാ ഒന്ന് വേഗം ഇങ്ങോട്ട് വരണേ പ്ലീസ്. മാജിക്കൽ ലേഡി, ഒന്ന് വേഗം വരൂ. നിങ്ങൾ എന്നെ ഓർമ്മിച്ചോ? ഐ ആം ഷോക്ക്ഡ്. എന്നോട് സോറി പോലും പറയാൻ പറ്റാത്ത ആള് എന്നോട് പ്ലീസ് എന്ന് പറയുന്നു. ഇനി പറയേ, ഗെയിം കളിക്കണോ അതോ വേണ്ടയോ? പ്ലീസ് പ്ലീസ് പ്ലീസ്, വേഗം ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യേ പ്ലീസ്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ആരുടെ പിന്നാലും പോയിട്ട് ഇങ്ങനെ യാചിച്ചിട്ടൊന്നും ഇല്ലാട്ടാ. പക്ഷെ ഇതിന്റെ അടുത്ത് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ദുഷ്ടത്തി. What? I don't like this man. ഓരോ സമയത്ത് ഓരോ സംസാരം. ബൈ ബൈ. പൊളിച്ചെടുത്തല്ലോ. ഞാൻ ഒരിക്കലും ചെയ്യില്ല. സോറി മാജിക്കൽ ലേഡി, സോറി. ഒന്നും കൂടി വരണം. സോറി, ഞാൻ ക്ഷമ ചോദിക്കുന്നു. Next. മഴയോ? വലിയേട്ടാ, നിങ്ങൾ അങ്ങനെ പൊളിച്ചു കേട്ടോ. മഴ. എനിക്കെന്താ ഇങ്ങനെ തോന്നുന്നേ? എല്ലാം മാറി മറിഞ്ഞതുപോലുണ്ടല്ലോ. കാരണം അത് ഇന്ന് ഒരിക്കലും നടക്കാത്ത ഒന്ന് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ നോക്ക്, ഇന്ന് നമുക്ക് നല്ലൊരു മഴയല്ലേ കിട്ടിയത്. നമ്മളെല്ലാവരും ഇന്ന് ശരിയായി. നിങ്ങൾ ആരോടാണോ വഴക്കിട്ടത് ആ മനുഷ്യര് തന്നെയാണ് നമ്മുടെ ജീവിതം ഇന്ന് തിരിച്ചു തന്നത്. താങ്ക് യു വെരി മച്ച്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. താങ്ക് യു മോട്ടു പത്ലു. താങ്ക് യു മോട്ടു പത്ലു. താങ്ക് യു മോട്ടു പത്ലു. താങ്ക് യു. ഇന്നസെൻസിയ, നിന്നെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. ബൈ ബൈ. ബൈ ബൈ. എനിക്കും. അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം അറിയണം. ഏലിയൻസിനെ ആർക്കൊക്കെയാണ് ഇഷ്ടം? അതെ, എനിക്ക് ഏലിയൻസിനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടാ. ഞാൻ അവരെ കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുണ്ട്, അറിയോ? വെരി ഗുഡ്. എന്നാൽ പിന്നെ ഗെറ്റ് സെറ്റ് റെഡി. താങ്ക് യു മാജിക്കൽ ലേഡി മാഡം. എനിക്ക് പേടിയാവുന്നു.
പൊളിച്ചെടുത്തു. മമ്മി, രക്ഷിക്കണേ. എന്റെ അമ്മോ, ആരാ പിന്നെ തല്ലിയത്? The name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. വീണ്ടും എന്നെ ആരാ തല്ലിയത്? അനങ്ങി പോരുത്. പൊളിച്ചെടുത്തല്ലോ മമ്മി. ആർക്കാ ഞങ്ങൾ ഇവിടെ തല്ലാൻ ധൈര്യം വന്നിരിക്കുന്നത്? ഓ എന്റെ അത്തിപ്പാര അമ്മച്ചി ഹേ. ഓ, എന്താ ഇത്? മോട്ടു, എനിക്കൊന്നും കാണുന്നില്ല. മമ്മി, രക്ഷിക്കണേ. എന്റെ കണ്ണട കാണുന്നില്ല. എന്റെ കണ്ണട കാണുന്നില്ല. എവിടെ പോയി എന്റെ കണ്ണട? എന്റെ കണ്ണട കാണുന്നില്ല. എന്റെ അമ്മ ഓടിക്കോ. ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. അവിടെ നിൽക്കാൻ. ഇത് നിങ്ങളുടെ ഫുർഫുറി നഗർ അല്ല. ഇവരെല്ലാം പിടിച്ച് ലോക്കപ്പിൽ ഇടാനായിട്ട്. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, നമുക്ക് വേഗം അവരെ പിടിക്കാം. വാ, വാ, വാ. ഏയ്, stop. Come on. മമ്മി, രക്ഷിക്കണേ. നിങ്ങൾ ഹ്യൂമൻസ് അല്ലേ? ഞങ്ങളുടെ പ്ലാനറ്റിൽ എങ്ങനെയാ എത്തിയേ? അതൊരു വലിയ കഥയാണ് എന്റെ ഏലിയൻ ചേട്ടാ. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കളിച്ച് കളിച്ച് അവസാനം ഇവിടെ എത്തിപ്പെട്ടതാണ്. ഞാൻ മോട്ടുവാണ്. ഇതെന്റെ പ്രിയ സുഹൃത്തായ പത്ലു. പിന്നെ ഇത് ചിങ്കം സാറും, ഇത് ഗസീട്ടറാമും, പിന്നെ ഇതാണ് ഡോക്ടർ ജഡ്ക. ആട്ടെ, നിങ്ങളൊക്കെ ആരാണ്? ഞാൻ കിങ് ഏലിയൻ ആണ്. പിന്നെ ഇതെന്റെ പ്രജയും. ഞങ്ങൾ ടീനിയൻസ് ആണ്. പക്ഷെ നിങ്ങളൊക്കെ കാണാൻ വളരെ ചെറുതും വളരെ ക്യൂട്ടുമാണ്. ഞങ്ങളെ കളിയാക്കുകയാണോ? ഞങ്ങൾ ടീനിയൻസ് ആണ്. പക്ഷെ ഞങ്ങൾക്കെല്ലാം മനസ്സിലാവും. കിങ്, നിങ്ങളുടെ ആൾക്കാരൊക്കെ ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അത് വെറുതെ കരയണ്ട. ഞാൻ എന്റെ ആൾക്കാരുടെ പക്ഷത്ത് നിന്ന് സോറി പറയുന്നു. സത്യത്തേക്കുള്ള പോരാട്ടം എപ്പോഴും കൈപ്പേറിയതാണ്. ഇപ്പൊ നിങ്ങളെ എല്ലാവരെയും എന്റെ 5 ടീനേഴ്സിന്റെ അടുത്തേക്ക് ഞാൻ വിടുന്നു. അവർ അവരുടെ തെറ്റുകൾ സ്വയം മനസ്സിലാക്കിയെങ്കിൽ അവർ തന്നെ മുന്നോട്ട് വരും. വരൂ, മുന്നോട്ട് വാ. സോറി, ഞങ്ങള് നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു. ആ ഡ്രാഗോണ കാരണമാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളോട് ക്ഷമിച്ചെന്ന് പറയാ. അതിരിക്കട്ടെ, ഈ ഡ്രാഗോണ ആരാണ്? ഡ്രാഗോണ ശരിക്കും ഒരു വലിയ ഏലിയൻ ക്രീച്ചർ ആണ്. ഇതേ കാണിച്ചു തരാം.
അത് എല്ലാ മാസവും 5 പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട്. നാളെ മാസത്തിന്റെ അവസാന ദിവസമാ. നാളെ ആർക്ക് പോണ്ടെന്ന് വെച്ചാ ഞാൻ അവരുടെ ലൈഫിന്റെ അവസാനത്തെ ജീവിതം ജീവിക്കാനുള്ള ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഈ 5 പേര് നിങ്ങളെ എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിച്ചത്. കരയരുത് പ്ലീസ്, കരയരുത്. ഞങ്ങൾ നിങ്ങളെ ഡ്രാഗുണയുടെ വയറ്റിലേക്ക് പോകാൻ അനുവദിക്കില്ല. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ഇത്രയധികം പേരില്ലേ, എത്ര ആൾക്കാരാ. എന്തുകൊണ്ട് ഡ്രാഗണോട് ഫൈറ്റ് ചെയ്തൂടാ? നിങ്ങളാരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അതെ, ഫൈറ്റ്. നമ്മൾ പോരാടി അവരെ തോൽപ്പിക്കണം. ഞങ്ങൾ ആരും ഇതുവരെ ആരുടെ കൂടെ ഒരു ഫൈറ്റും ചെയ്തിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള അപകടം വരുന്നതിന് മുമ്പ് ഞങ്ങളങ്ങ് ഒളിച്ചു കളയും. ഓ എന്റെ ചങ്കുകള്, എന്റെ രോഗികളാണെങ്കിൽ സത്യം ഇത് കണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കുന്നത് ഇല്ല. ഞങ്ങളുടെ കയ്യിലെ ആനകളെ വരെ ഒതുക്കുന്ന ഉറുമ്പുകളുണ്ട്, അറിയാമോ? ആനയോ? അതെന്തൊട്ട് സാധനമാണ്? ഉറുമ്പുകളെന്ന് പറഞ്ഞാലേ അത്ര നിസാരക്കാരൊന്നും അല്ല. അവർ ആനകളുടെ ചെവിയിലും മൂക്കിലും ഒക്കെ കയറി കടിക്കും. അതെയോ? Watch India's largest kids library only on Jio Hotstar. Download the app now.